ഹായ് ഗായ്സ്, അപ്പോൾ ഇന്നത്തെ വീഡിയോ വേറെ ഒന്നല്ല. 250 രൂപയ്ക്ക് ഞാൻ എങ്ങനെയാണ് സ്മിട്ടൺ ആപ്പിൽ നിന്ന് 12ഓളം പ്രൊഡക്ട്സ് വാങ്ങിച്ചതെന്നുള്ളതാണ്. ഈ കാണുന്ന പോലെ തന്നെയാണ് പെട്ടെന്ന് നിറച്ച സാധനങ്ങൾ എനിക്ക് കിട്ടുകയും ചെയ്തു. എങ്ങനെയാണ് ഏതൊക്കെ പ്രൊഡക്ട്സ് ആണ് കിട്ടിയിരിക്കുന്നത് നമുക്ക് നോക്കിയാലോ. അപ്പൊ എന്തായാലും ഫുൾ വീഡിയോ എല്ലാവരും കണ്ടു നോക്കാം. അപ്പൊ ഏതൊക്കെ പ്രൊഡക്ട്സ് എങ്ങനെയാണ് ഓർഡർ ചെയ്യുന്നത് നിങ്ങൾക്കാണെങ്കിലും മനസ്സിലാവും ചെയ്തു. അപ്പൊ എന്തായാലും എനിക്ക് കിട്ടിയിരിക്കുന്ന പ്രൊഡക്ട്സ് ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം. ഫസ്റ്റ് വൺ ഏതാന്ന് വെച്ച് കഴിഞ്ഞാൽ ഡോട്ട് ആൻഡ് കീന്റെ ഈ ഒരു 72 hour ഹൈഡ്രേറ്റിംഗ് മോയ്സ്ചറൈസർ ജെല്ലാണ്. സൂപ്പർ സാധനമാണ്. എന്തായാലും ട്രയൽ ആയിട്ടുള്ള പ്രൊഡക്റ്റ് ആണെങ്കിൽ പോലും നമുക്ക് 15 ml ആയിട്ടെങ്കിലും നമുക്ക് കിട്ടുന്നുണ്ട്. സംഭവം ടെക്സ്ചർ ആണെങ്കിലും സൂപ്പർ ആണ്. നല്ല മൈൽഡ് ആയിട്ടുള്ള സാധനം. വേറെ സ്മെല്ലും കാര്യങ്ങളൊന്നുമില്ല, എന്നാലും കൊള്ളാം. നല്ല സ്മെല്ല് തന്നെയാണ്. ഇതുപോലെ ജെല്ലായിട്ടാണ്. എന്തായാലും ഇതിന്റെ ആ ഒരു ടെക്സ്ചർ എന്തായാലും ഇങ്ങനെയാണ് വരുന്നത്. നല്ല വാട്ടർ കൺസിസ്റ്റൻസി ആയിട്ട് തന്നെയാണ് വരുന്നത്. അപ്പൊ എന്തായാലും നെക്സ്റ്റ് പ്രൊഡക്റ്റ് ഏതാന്ന് നോക്കിയാലും. അപ്പൊ നെക്സ്റ്റ് വന്നേക്കണത് ഇത് ഡോട്ട് ആൻഡ് കീന്റെ തന്നെയാണ്. ഇതൊരു ടോണർ ആണ്. അപ്പൊ ഇതിന് വന്നേക്കണത് 20 ml ആയിട്ടാണ് വന്നേക്കുന്നത്. വാട്ടർമെലൻ സൂപ്പർ ഗ്ലോ പോർ ടൈറ്റനിങ് ടോണർ. നല്ല സാധനമാണിത്. എന്തായാലും നമുക്ക് ഇതൊക്കെ ഇങ്ങനെയെങ്കിലും ഒരു പാക്കേജിൽ വരുന്നുണ്ടല്ലോ, നമുക്ക് ട്രൈ ചെയ്ത് നോക്കാൻ. എന്തായാലും അത്യാവശ്യം ഇത് ഒരു മാസമെങ്കിലും എന്തായാലും ഉണ്ടാവും. ഇതിപ്പോ നമ്മൾ യൂസ് ചെയ്യുമ്പോൾ ജസ്റ്റ് സ്പ്രേ പോലെ ചെയ്താൽ മതി. ഏതെങ്കിലും സ്പ്രേ ബോട്ടിലേക്ക് കുറച്ച് ഒഴിച്ച് കൊടുത്തതിന് ശേഷം മാത്രം നമുക്ക് ജസ്റ്റ് ഒന്ന് സ്പ്രേ ചെയ്ത് വെറുതെ ഇങ്ങനെ കൊടുത്താൽ മതി. അപ്പൊ നല്ലതാണ്. അപ്പൊ ഞാൻ തീരൂല. അപ്പൊ എന്തായാലും ഒരു മാസമൊക്കെ നമുക്ക് എന്തായാലും നിൽക്കുന്നത്. അപ്പൊ അങ്ങനെ യൂസ് ചെയ്യാം. സ്മെല്ല് കുഴപ്പമില്ല, അങ്ങനെ പ്രത്യേകിച്ച് സ്മെല്ലൊന്നും തോന്നുന്നില്ല. ഇത് ഞാൻ യൂസ് ചെയ്തിട്ടുണ്ടായില്ല, മറ്റേ ഞാൻ യൂസ് ചെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ. ഇതെന്തായാലും യൂസ് ചെയ്യണം. ഇപ്പൊ എന്റെ അല്ലെങ്കിൽ തന്നെ കുറെ ടോണർ ഉണ്ട്. അപ്പൊ എല്ലാം കൂടി ഒന്നിച്ച് യൂസ് ചെയ്തതിന് ശരിയാവില്ല. എന്തായാലും അത് കഴിഞ്ഞതിന് ശേഷം യൂസ് ചെയ്ത് നോക്കി നോക്കാം. അപ്പൊ അടുത്തത് വന്നേക്കണം വേറെ ഒന്നല്ല, ഈ കാണുന്ന പോലത്തെ ലിപ് സ്ക്രബാണ്. അപ്പൊ ചെറുതാണ്, ഭയങ്കര ചെറുതായിരുന്നു. നമുക്ക് എവിടെ വേണമെങ്കിലും കൊണ്ടു നടക്കാൻ പറ്റും. ഇതിനൊക്കെ അനോർ ചോക്കോ കാർമൽ ലിപ് സ്ക്രബ് എന്നാണ് ഇതിന്റെ 5 ഗ്രാമുള്ളൂ. 50 അല്ല, 5 ഗ്രാമുള്ളൂ. ഇത് കുറച്ചൊക്കെ ടെസ്റ്റ് ചെയ്ത് നോക്കിയിട്ടുണ്ടായിരുന്നു. എനിക്ക് വലിയ കുഴപ്പമൊന്നുമില്ല. എന്നാലും വല്ലാണ്ട് ഉറക്കരുത്, ചുണ്ടൊക്കെ പൊളിയും. ഇത്തിരി സ്ക്രബിന് ഭയങ്കരമായിട്ടൊരു ഇത് തോന്നിയിട്ടുണ്ടായിരുന്നു. എന്നാലും കുഴപ്പമില്ല. സംഭവം നല്ല സ്മെല്ലാട്ടാ. ഒരു മിഠായിന്റെ ഒക്കെ ഒരു സ്മെല്ലാണ്. നല്ല മണമുണ്ട്. അപ്പൊ നെക്സ്റ്റ് വന്നേക്കുന്നത് വേറെ ഒന്നല്ല, ഈ കാണുന്ന ഡോട്ട് ആൻഡ് കീന്റെ ഒരു ഫേസ് വാഷ് ആണ്. അപ്പൊ എന്തായാലും ഇതെല്ലാം ട്രൈ ചെയ്ത് നോക്കുന്നതാണ്. ഇത് ഞാൻ യൂസ് ചെയ്തിട്ടുണ്ടായി പകുതിയോളം ഞാൻ എന്തായാലും കുറച്ചൊക്കെ യൂസ് ചെയ്തിട്ടുണ്ട്. ഇതൊരു ജെൽ ടൈപ്പ് ആയിട്ടുള്ള ഒരു ഫേസ് വാഷ് ആണ്. സൂപ്പർ സാധനമാണിത്. വേറെ സ്കിന്നിന് വല്ലാണ്ട് ഡാമേജും കാര്യങ്ങളൊന്നും ആക്കണില്ല. എനിക്കിത് എന്തായാലും ഭയങ്കര ഇഷ്ടപ്പെട്ടിട്ടുണ്ടായിരുന്നു. ഇതാ ഇതുപോലെ ഇരിക്കും. എനിക്ക് കാണാൻ പറ്റുമെന്ന് അറിയില്ല. ഒരു ജെല്ല് ടൈപ്പ്. അയ്യോ സാറില്ല, അടപ്പനമില്ലായത്. അത് അത്രയേ ഉള്ളൂ. അടുത്തത് വന്നേക്കണത് ഫേസ് വാഷ് തന്നെയാണ്. ഡോട്ട് ആൻഡ് കീന്റെ തന്നെയാണ്. വാട്ടർമെലന്റെ ആണ് ഇതിന്റെ വന്നേക്കണത്. അപ്പൊ നേരത്തെ കണ്ടിട്ടുണ്ടായിരുന്നു വെച്ച് കഴിഞ്ഞാൽ സിഷ ക്ലാമിംഗ് ബ്ലെമിഷ് ക്ലിയറിംഗ് ഫേസ് വാഷ് ആണ്. അപ്പൊ ഇത് വന്നേക്കണത് വാട്ടർമെലന്റെ. അപ്പൊ എന്തായാലും ഇത് രണ്ടും അതുപോലെ തന്നെയാണ്, ജെൽ ടൈപ്പ് ആണ്. ഇതും 15 ml തന്നെയാണ് വന്നേക്കണത്. അപ്പൊ നമുക്ക് തന്നെ മതി കുറെ നാളത്തേക്ക് കൊണ്ട് നടക്കാൻ. ഒരു 15 മില്ലി തന്നെ ധാരാളം. പിന്നെ വന്നേക്കണ 2 പേരാണ് ഇതാ ഇവര്. സെറ്റഫീൽഡ് കിട്ടി കഴിഞ്ഞാൽ സൂപ്പർ അല്ലേ. ഞാൻ ഓൾറെഡി സെറ്റഫീൽഡിനെ യൂസ് ചെയ്ത ആളാണ്. ഇതെന്തായാലും ഒന്നും കൂടി എനിക്ക് വേറെ വാങ്ങണമെന്നുണ്ടായിരുന്നു. അപ്പൊ എന്തായാലും ട്രയൽ പോയിന്റ്സിൽ അത് കണ്ടുകൊണ്ട് ഞാൻ ജസ്റ്റ് വാങ്ങിച്ചു എന്നുള്ളൂ. അപ്പൊ എന്തായാലും ഇത് ജെന്റിൽ ക്ലെൻസർ ആണ്. ഇത് നോർമലി വരുന്നത് ഡ്രൈ ടു നോർമൽ ആൻഡ് സെൻസിറ്റീവ് സ്കിന്നിനാണ്. അപ്പൊ സെറ്റഫീൽഡ് മോയ്സ്ചറൈസർ ലോഷൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതും നോർമൽ ടു കോമ്പിനേഷൻ ആൻഡ് സെൻസിറ്റീവ് സ്കിൻ എന്നാണ്. ഇത് ഞാൻ യൂസ് ചെയ്തിട്ടുണ്ടായിരുന്നു. നല്ല സാധനം തന്നെയാണ് വരുന്നത്. സെറ്റഫീൽഡ് ആകുമ്പോൾ നമുക്ക് ധൈര്യമായിട്ട് യൂസ് ചെയ്യും. എന്നാലും നമ്മൾ പാച്ച് ടെസ്റ്റ് ചെയ്തതിന് ശേഷം മാത്രം യൂസ് ചെയ്യാൻ നോക്കിയൊക്കെ. എനിക്ക് എന്തായാലും കുഴപ്പമുണ്ടായിരുന്നില്ല. അപ്പൊ അതുപോലെ ഇരിക്കില്ലല്ലോ നിങ്ങൾക്ക് എല്ലാവർക്കും. ഇപ്പൊ എന്തായാലും പാച്ച് ടെസ്റ്റ് ചെയ്തതിന് ശേഷം മാത്രം യൂസ് ചെയ്ത് നോക്കിയൊക്കെ. ഇത് സൂപ്പർ ലോഷനാണ്. വേറെ മോയ്സ്ചറൈസറും കാര്യങ്ങളൊന്നും കൊടുക്കേണ്ട ആവശ്യമില്ല. സൺസ്ക്രീൻ ഇട്ടോളൂ, അത്രേ ഉള്ളൂ എനിക്ക് പറയാനുള്ളത്. അതിപ്പോ ഏത് സാധനം ഇട്ടാലും സൺസ്ക്രീൻ ഇട്ടിട്ട് മാത്രം പുറത്തേക്ക് ഇറങ്ങാൻ നോക്കാം. വെയിലില്ലാന്ന് വെച്ചിട്ട് സൺസ്ക്രീൻ ഇടാൻ മറക്കുമോ? എന്തായാലും ഇത് ഇത്രയേ ഉള്ളൂ. ഈ ക്ലൻസറും ഈ ലോഷനും നല്ല അടിപൊളി സാധനങ്ങളാണ്. അപ്പൊ നെക്സ്റ്റ് വന്നേക്കുന്നത് വേറെ ഒന്നല്ലാതെ ഈ കാണുന്ന ബി ബ്ലെൻഡിന്റെ ഒരു ഷാമ്പുവും അതുപോലെ തന്നെ കണ്ടീഷണറും. സോറി, ഇത് ഷാമ്പുവും ഇത് കണ്ടീഷണറും. അപ്പൊ എന്തായാലും ഇത് എനിക്ക് എന്തായാലും യൂസ് ചെയ്യാൻ പറ്റില്ല. എന്റെ വീട്ടുകാരെന്തായാലും യൂസ് ചെയ്തോളും. കാരണം എന്റെ തല ഓൾറെഡി നമ്മൾ എന്താ പറയാ സ്മൂത്തനിങ് ചെയ്തതാണ്. അപ്പൊ എന്തായാലും എനിക്ക് ഓൾറെഡി ഒരു എന്താ പറയാ നമ്മുടെ ഷാമ്പും കണ്ടീഷണറും അവർ തന്നിട്ടുണ്ട്. അപ്പൊ എനിക്ക് അത് മാത്രമേ യൂസ് ചെയ്യാൻ പറ്റില്ല. അപ്പൊ എന്തായാലും ഞാനിത് തലയിട്ട് തല ഡാമേജ് ആക്കണില്ല. കാരണം വേറെ ഒന്നുണ്ടല്ല, ഷാമ്പു നല്ല സാധനമാണ്, അതുപോലെ കണ്ടീഷണറും നല്ലതാണ്. പക്ഷെ എന്റെ തല ഇങ്ങനത്തെ ആ ഒരു ട്രീറ്റ്മെന്റ് ചെയ്തിട്ടുള്ള ഒരു ഹെയർ ആയതുകൊണ്ട് നമ്മൾ വേറെ പ്രൊഡക്ട്സ് ഒന്നും ചെയ്യാണ്ടിരിക്കുന്നതാണ് ഏറ്റവും നല്ലത്. ഞാൻ വീഡിയോ ഇടാൻ കൊണ്ട് ഇട്ടിട്ടില്ല. അപ്പൊ എന്തായാലും ഇടാം. അപ്പൊ എന്തായാലും എന്റെ തലേന്റെ കുളം നിങ്ങൾക്ക് കണ്ടെങ്കിൽ നിങ്ങൾക്ക് മനസ്സിലാവും എത്രത്തോളം ഡാമേജ് ആയിട്ടുണ്ടെന്ന്. അപ്പൊ എന്തായാലും ഇത് അത്രയേ ഉള്ളൂ.
ഇത് വന്നേക്കുന്നത് 20 ml ആണ്. രണ്ടിനും അത് 20 ml തന്നെയാണ് നമുക്ക് ട്രയലിൽ. ഇനി നെക്സ്റ്റ് വന്നേക്കണതാണ് ഈ കാണുന്ന ഡോട്ടർ ഷെഫിന്റെ സൺസ്ക്രീൻ. ഇത് ഞാൻ യൂസ് ചെയ്തിട്ടുണ്ടായിരുന്നു മുമ്പ്, പക്ഷെ അന്നൊക്കെ എനിക്ക് യൂസ് ചെയ്തപ്പോൾ വല്ലാണ്ട് വൈറ്റ് കാസ്റ്റ് പോലെയാണ് ഫീൽ ചെയ്തിട്ടുണ്ടായിരുന്നത്. പക്ഷെ ഇപ്പൊ എനിക്ക് കുറച്ച് നാളായിട്ട് യൂസ് ചെയ്തപ്പോ സംഭവം നല്ല അടിപൊളിയായിട്ട് എനിക്ക് തോന്നി. അപ്പൊ എന്തായാലും ഇത് നല്ലൊരു സൺസ്ക്രീൻ തന്നെയാണ്. എന്നാലും കുറച്ചും കൂടി എനിക്ക് ഓയിലി ആയിട്ട് ഫീൽ ചെയ്യാറുണ്ട്. ഓയിൽ ഫ്രീ എന്നാണ്, പക്ഷെ എന്നാലും എനിക്കിത് ഓയിലി ആയിട്ട് ഫീൽ ചെയ്യാറുണ്ട്. അതിപ്പോ ചിലപ്പോ ഓരോരുത്തരുടെ ആ ഒരു സ്കിന്നിന്റെ കാരണമായിരിക്കാം. അപ്പൊ എന്തായാലും ഇത് തുറന്നു വല്ലാണ്ട് കാണിക്കാനില്ല, എന്നാലും വെറുതെ കാണിക്കാം. അപ്പൊ ഞാനിത് ഓപ്പൺ ചെയ്തു. 10 ഗ്രാമാണ്, എന്നാലും കുഴപ്പമില്ല. നമുക്ക് ഒരു വട്ടാണെങ്കിൽ നമുക്ക് യൂസ് ചെയ്യുമ്പോൾ കുറേയൊക്കെ നമുക്ക് മനസ്സിലാവും നമ്മളുടെ സ്കിന്നിൽ ഓക്കെ ആണോ അല്ലേ എന്നുള്ളത്. അപ്പൊ എന്തായാലും ഇതെനിക്ക് നല്ലതായിട്ട് ഇഷ്ടപ്പെട്ടിട്ടുണ്ട്. ഒന്നും കൂടി യൂസ് ചെയ്യണമെന്ന് വിചാരിച്ച കാരണം അത് നമ്മൾ ട്രയലിൽ ഒന്നും കൂടി നോക്കി നോക്കി. അപ്പൊ എന്തായാലും എനിക്ക് നല്ലൊരു റിസൾട്ട് കിട്ടിയോണ്ട് ഞാൻ എന്തായാലും ഇനി ഇത് വാങ്ങാനൊക്കെ നോക്കുള്ളൂ. ഇതിന് നോർമൽ റേറ്റ് ഈ 10 ഗ്രാമിന് തന്നെ വരുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ ഉണ്ട് 99 രൂപയുള്ളൂ കേട്ടോ 10 ഗ്രാമിന്. എന്നാലും കൂടുതലാണ്. അതിനെക്കാട്ട് കുറച്ചും കൂടി ആഡ് ചെയ്ത് നമുക്ക് വലിയത് അങ്ങോട്ട് വാങ്ങിച്ചാൽ പോരെ. നെക്സ്റ്റ് വന്നേക്കണം വേറെ ഒന്നുമില്ല, അതെ ലവ് ബ്യൂട്ടി ആൻഡ് പ്ലാനറ്റിന്റെ ഒരു അർഗൻ ഓയിൽ ആൻഡ് ലാവൻഡർ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു എന്താ പറയാ ഷാമ്പു ആണ്. ഇത് നല്ല സ്മെല്ലാണ് കേട്ടോ. ഞാൻ യൂസ് ചെയ്തിട്ടുണ്ടായില്ലേ, പക്ഷെ സ്മെല്ല് ചെയ്യാൻ നല്ല സൂപ്പർ സാധനമായിരുന്നു. എന്തായാലും അതും എന്റെ വീട്ടുകാർ യൂസ് ചെയ്തോളും. അവർ വേണമെങ്കിൽ യൂസ് ചെയ്തോട്ടെ, എനിക്ക് എന്തായാലും ഓൾറെഡി വീട്ടിലുണ്ടല്ലോ. പിന്നെ ഞാനിങ്ങനെ എല്ലാം കൂടി തലയിലിട്ട് മുട്ടച്ചാവണായിട്ട് തല വെച്ചിട്ട്. ഇതിലാണെങ്കിൽ 30 ml റേറ്റ് കാണിക്കണെന്ന് വെച്ചാൽ ഇങ്ങനെ ക്രോസ് ചെയ്ത് വെച്ചേക്കാണ്. 15 കാണിക്കുന്നത് സാമ്പിൾ ഫ്രീന്നും. അപ്പൊ എന്തായാലും നോക്കണ്ട, 15 കാണിക്കുന്നത്. എനിക്ക് അറിയില്ല ഇതിന്റെ ഒറിജിനൽ റേറ്റ് എത്രയാന്നുള്ളത്. ഞാൻ എന്തായാലും ഇത് യൂസ് ചെയ്ത് നോക്കിയിട്ടില്ല, പക്ഷെ എന്തായാലും സ്മെല്ല് എനിക്ക് നല്ലതായിട്ട് ഇഷ്ടപ്പെട്ടു. അപ്പൊ എന്തായാലും കണ്ടിട്ടും നല്ലൊരു പാക്കേജിങ്ങും കാര്യങ്ങളൊക്കെ കാണുന്ന നല്ല സാധനമാണ്. അപ്പൊ നെക്സ്റ്റ് വന്നേക്കുന്നത് വേറെ ഒന്നല്ല, ഈ കാണുന്ന സാധനം. ഇത് ബ്രഷും നല്ല നമ്മുടെ റേസർ ബ്ലേഡ് ആണ്. നമുക്ക് ത്രെഡൊക്കെ ചെയ്യാൻ വേണമെങ്കിൽ ഇത് എടുക്കാനൊക്കെ പറ്റും. അപ്പൊ എന്തായാലും ഇത് നല്ല യൂസ്ഫുൾ ആയിട്ടുള്ള സാധനം തന്നെയാണ്. നല്ലൊരു സാധനം കേട്ടോ. നമ്മള് നോർമലി വാങ്ങിച്ചിട്ടുള്ള സാധനത്തെക്കാട്ട് കുറച്ചും കൂടി എനിക്ക് ക്വാളിറ്റിയിൽ ഫീൽ ചെയ്യുന്നുണ്ട്. പിന്നെ ഇതെന്ന് വെച്ചെങ്കിൽ ബോംബെ എന്ന് പറഞ്ഞിട്ട് ഒരു ബ്രാൻഡിന്റെ ആണ്. അപ്പൊ എന്തായാലും നല്ലൊരു ക്വാളിറ്റി ആയിട്ടുള്ള സാധനമായിട്ടാണ് എനിക്ക് ഫീൽ ചെയ്തിട്ടുള്ളത്. അപ്പൊ എന്തായാലും ഇത് മസ്റ്റ് ആയിട്ട് എല്ലാവർക്കും നന്നായിട്ട് യൂസ്ഫുൾ ആയിട്ടുള്ള സാധനമാണ്. ഇതിന് 129 രൂപയാണ് ഒരു യൂണിറ്റിന് വരുന്നത്. അപ്പൊ എന്തായാലും നല്ല സാധനം തന്നെ എന്തായാലും. അപ്പൊ നമ്മുടെ ലാസ്റ്റ് ഐറ്റം വന്നിരിക്കുന്നത് പ്ലമ്മിന്റെ ഒരു ബോഡി സ്ക്രബാണ്. സൂപ്പർ സാധനം തന്നെയാണ്. നല്ലൊരു കോഫീന്റെ നല്ല സ്മെല്ലുണ്ട്, നല്ല പാക്കേജിംഗ് ഒക്കെ കേട്ടാ. ഇത് തുറന്നു കഴിഞ്ഞാൽ നമുക്ക് ഓൾറെഡി ഈ ഒരു സാധനം ഉണ്ടാവും. ഇതിനെ തുറന്നാൽ മാത്രമേ നമുക്ക് ഇത് എടുക്കാൻ പറ്റുള്ളൂ. ഇങ്ങനെ. അപ്പോ ഇത്രയേ ഉള്ളൂ നമ്മളെ പ്രൊഡക്ട്സ്. നിങ്ങൾ ഏകദേശം കണ്ടില്ലേ. അപ്പൊ ഇത്രയും പ്രൊഡക്ട്സ് ആണ് ഞാനിപ്പോ കാണിച്ചു തന്നത്. ഇനി ഞാൻ ഇത് എങ്ങനെയാണ് ഓർഡർ ചെയ്തതെന്നുള്ളത് ഞാൻ പറഞ്ഞുതരാം. അപ്പൊ ഇത് വാങ്ങിച്ചത് എങ്ങനെയാന്ന് വെച്ച് കഴിഞ്ഞാൽ 6 പ്രൊഡക്ട്സ് വാങ്ങണേന്, അതായത് 6 പോയിന്റ്സ് വാങ്ങണേന് 199 രൂപയായിരുന്നു വന്നിട്ടുണ്ടായിരുന്നത്. എക്സ്ട്രാ നമ്മൾ 1 രൂപയും കൂടി ആഡ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഒരു 6 പോയിന്റ്സും കൂടി നമുക്ക് വരുന്നുള്ള ഒരു ഓപ്ഷൻ വന്നത്. അപ്പൊ ഇങ്ങനെയാണ് ഞാൻ ഈ പ്രൊഡക്ട്സ് ഒക്കെ ഞാൻ ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നത്. അപ്പൊ നിങ്ങളും എന്തായാലും സ്മിട്ടൺ ആപ്പ് ഇൻസ്റ്റാൾ ചെയ്ത് വെച്ച് നോക്കാം. നിങ്ങളെ അക്കൗണ്ടും എല്ലാം സെറ്റ് ആക്കി അതിന് ശേഷം നമ്മൾ ഇങ്ങനെ പ്രൊഡക്ട്സും ഓരോന്നൊക്കെ ട്രയൽ പ്രൊഡക്ട്സ് എന്തൊക്കെയാണെന്നുള്ളത് നോക്കിയിട്ട് നമുക്ക് വേണ്ട പ്രൊഡക്ട്സ് ഏതൊക്കെയാന്ന് വെച്ചെങ്കിൽ നമ്മൾ അതിൽ നോക്കാം. അപ്പൊ ഞാൻ വാങ്ങിച്ചിട്ടുള്ള പ്രൊഡക്ട്സ് ആയിരിക്കില്ല നിങ്ങൾക്ക് വേണമെന്നുണ്ടാവുക. അപ്പൊ എന്തായാലും നിങ്ങൾക്ക് വേണ്ട പ്രൊഡക്ട്സ് നിങ്ങൾ ഫുൾ ആയിട്ട് അതിൽ നിങ്ങളുടെ കാർട്ടിൽ ഇട്ട് വെക്കുക. അപ്പൊ ഈ ഒരു ആപ്പ് കൊണ്ട് നമുക്ക് ഇങ്ങനെ കുറെ ഉപകാരമുണ്ട്. അപ്പൊ എന്തായാലും നിങ്ങൾക്ക് ഈ ഒരു വീഡിയോ യൂസ്ഫുൾ ആയെന്ന് വിചാരിക്കണം. അപ്പൊ നമ്മുടെ ചാനൽ ആരെങ്കിലും സബ്സ്ക്രൈബ് ചെയ്യാത്തുണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാം. എല്ലാവർക്കും ടാറ്റ.